വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. ഒന്നാമതൊരു മോട്ടിവേഷൻ്റെ കുറവുകൊണ്ടാണ്. നമ്മൾ കാണാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വീഡിയോസ് ചെയ്യാനൊരു മടിയുണ്ടാവും. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. പിന്നെ കുറച്ച് റേഞ്ചിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ വീഡിയോസൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ പിന്നെ ഫിസിക്കലി കുറച്ച് ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ നമ്മളിതിൽ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് പോകില്ല, അതായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ്. അപ്പം നമ്മൾ സൈക്കസിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു? നമ്മൾ ഓവ്യൂളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട് എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻസർ റീജിയൻ എന്ന് പറയുന്നത്, സസ്പെൻസർ റീജിയനിലുള്ള സെല്ലുകൾ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡും അതുപോലെ തന്നെ കോയിൽഡ് ആയിട്ടുള്ള സെല്ലുകളാണ് സസ്പെൻസർ റീജിയനിൽ ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ എംബ്രിയോനെ എന്ത് ചെയ്യും? നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു കോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സസ്പെൻസർ റീജിയൻ എന്ന് പറയുന്നത് ഈ എംബ്രിയോനെ നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പുഷ് ചെയ്യും. ഈ നമ്മളിപ്പോൾ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞാൽ ആ എംബ്രിയോൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എംബ്രിയോണൽ റീജിയനാണ്. ഓക്കെ, ഈ എംബ്രിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1 വർഷം വരെ ടൈം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ എംബ്രിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എംബ്രിയോ എന്ന് പറയുന്നത് സൈക്കസിലെ എംബ്രിയോ 2 കോട്ടിലിഡൻ ആയിട്ടുള്ള എംബ്രിയോ ആണുള്ളത്. പിന്നെ സൈക്കസ് സെർസിനെയിൽസിൽ 3 കോട്ടിലിഡൻ വരെ കാണുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് 2 കോട്ടിലിഡനുള്ള സൈക്കസുകളാണുള്ളത്. സെർസിനെയിൽസിൽ മാത്രമായിട്ട് 3 കോട്ടിലിഡൻ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു സീഡ് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്തുണ്ടാവും? ഒരു പ്ലീമ്യൂളും ഒരു റാഡിക്കിളും ഉണ്ടായിരിക്കും അല്ലേ? ആ പ്ലീമ്യൂൾ എന്ന് പറയുന്നത് ഷൂട്ടായിട്ട് മാറും, റാഡിക്കിൾ എന്ന് പറയുന്നത് റൂട്ടായിട്ട് മാറും. ഇവിടെ നമ്മുടെ സൈക്കസിൻ്റെ റാഡിക്കിളിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാഡ് ലൈക്ക് ഹാർഡ് കവറിങ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? കോളിയോറൈസ എന്നുള്ളത്. ഇത് നമ്മുടെ റാഡിക്കിളിന് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ മൈക്രോപൈലാർ എൻഡിലുള്ള ചില സെല്ലുകൾ എന്തായിട്ട് മാറും? എൻലാർജ് ചെയ്തിട്ട് ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ ആർക്കിഗോണിയൽ ഇനീഷ്യൽസിൻ്റെ മുകളിൽ കാണുന്ന ന്യൂസെല്ലാർ ടിഷ്യൂ എന്ന് പറയുന്നത് ഡിസോർഗനൈസ് ചെയ്തിട്ട് അവിടെ ഒരു ആർക്കിഗോണിയൽ ചേംബർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ആർക്കിഗോണിയൽ ചേംബറാണ് ആ ഒരു ആർക്കിഗോണിയൽ ഇനീഷ്യലിൻ്റെ മേലെയുള്ള ന്യൂസെല്ലാർ ടിഷ്യൂസൊക്കെ ഡിസോർഗനൈസ് ചെയ്തിട്ട് ആർക്കിഗോണിയൽ ചേംബർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ആർക്കിഗോണിയൽ ഇനീഷ്യൽ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പ്രൈമറി നെക്ക് കനാൽ സെല്ലും സെൻട്രൽ സെല്ലും ഫോം ചെയ്യുന്നുണ്ട്. പ്രൈമറി നെക്ക് കനാൽ സെല്ലും ഉണ്ടാവും, സെൻട്രൽ സെല്ലും ഉണ്ടാവും. അതിൽ പ്രൈമറി നെക്ക് കനാൽ സെല്ല് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽഡ് നെക്ക് ഫോം ചെയ്യും. 2 സെൽഡ് ആയിട്ടുള്ള നെക്ക് ഫോം ചെയ്യും നമ്മുടെ പ്രൈമറി നെക്ക് കനാൽ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോപൈലാർ എൻഡിലുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള ചില സെല്ലുകൾ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്തിട്ട് ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് ഫോം ചെയ്യും. ഈ ഇനീഷ്യൽസിൻ്റെ മേലുള്ള ന്യൂസെല്ലാർ ടിഷ്യൂ ഡിസോർഗനൈസ് ചെയ്തിട്ട് അവിടെ ഒരു ആർക്കിഗോണിയൽ ചേംബർ ഫോം ചെയ്യും. ഓരോ ആർക്കിഗോണിയൽ ഇനീഷ്യലും ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൈമറി നെക്ക് കനാൽ സെല്ലും അതുപോലെ തന്നെ സെൻട്രൽ സെല്ലും ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രൈമറി നെക്ക് കനാൽ സെല്ല് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽഡ് നെക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു
ആർക്കിഗോണിയൽ ഇനീഷ്യൽ ട്രാൻസ്വേഴ്സിലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി നെക്ക് കനാൽ സെല്ലും സെൻട്രൽ സെല്ലും ഉണ്ട്. അതിൽ സെൻട്രൽ സെല്ലെന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യും? വെൻറ്റർ ഫോം ചെയ്യും. സെൻട്രൽ സെല്ലെന്ന് പറയുന്നത് വെൻറ്റർ ഫോം ചെയ്യും. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് വെൻട്രൽ കനാൽ ന്യൂക്ലിയസും എഗ് ന്യൂക്ലിയസും ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ സെൻട്രൽ സെല്ല് വെൻറ്റർ ഫോം ചെയ്യും. ആ വെൻറ്ററിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് വെൻട്രൽ കനാൽ ന്യൂക്ലിയസും അതുപോലെ തന്നെ എഗ് ന്യൂക്ലിയസും ഉണ്ടാവും. ഇവിടെ വെൻട്രൽ കനാൽ സെൽസ് എന്ത് ചെയ്യുന്നില്ല, വെൻട്രൽ കനാൽ സെൽസ് അല്ല, നെക്ക് കനാൽ സെൽസ് എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. ഓക്കെ, നെക്ക് കനാൽ സെൽസ് ഇവിടെ ഫോം ചെയ്യുന്നില്ല. പകരം എന്താണ്? വെൻട്രൽ കനാൽ ന്യൂക്ലിയസും എഗ് ന്യൂക്ലിയസും ഫോം ചെയ്യും. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ സെൻട്രൽ സെല്ല് എന്ന് പറയുന്നത് വെൻറ്റർ ഫോം ചെയ്യും. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വെൻട്രൽ കനാൽ ന്യൂക്ലിയസും അതുപോലെ തന്നെ എഗ് ന്യൂക്ലിയസും ഫോം ചെയ്യും. ഇനി എന്താണ്? നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് ഉള്ളത് നമ്മുടെ സൈക്കസിനാണ്. ലിവിങ് പ്ലാന്റ്സിൽ ഏറ്റവും വലിയ എഗ്ഗ് ഉള്ളത് ആർക്കാണ്? സൈക്കസാണ്. ഒരുവിധം എല്ലാ ഇപ്പോൾ ഏറ്റവും വലിയ മോട്ടൈലായിട്ടുള്ള ആന്ത്രോസോയിഡ് ഉള്ളതും ആർക്കാണ്? നമ്മുടെ സൈക്കസിനാണ്. ഏറ്റവും വലിയ ഒബ്യൂൾ ഉള്ളതും ആർക്കാണ്? നമ്മുടെ സൈക്കസിനാണ്. എല്ലാം എന്താണ്? സൈക്കസാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒബ്യൂള്, ഏറ്റവും വലിയ ആന്ത്രോസോയിഡ്, അതൊക്കെ ആർക്കാണ്? നമ്മുടെ സൈക്കസിനാണുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഏറ്റവും വലിയ എഗ്ഗ് ആരതാണ്? സൈക്കസിനെയാണ്. എഗ്ഗ് തന്നെയാണ് നമ്മൾ ഒബ്യൂൾ എന്ന് പറയാം. ഓക്കെ, ഇനി വെൻറ്റർ എന്ന് പറയുന്നത് സറൗണ്ട് ചെയ്തുകൊണ്ട് സ്റ്റെറൈലായിട്ടുള്ള സെൽസിൻ്റെ ലെയേഴ്സ് ഉണ്ടായിരിക്കും വെൻറ്ററിനെ സറൗണ്ട് ചെയ്തിട്ട്. ആ സെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ആർക്കിഗോണിയൽ ജാക്കറ്റ് എന്ന്. ആർക്കിഗോണിയൽ ജാക്കറ്റ് എന്നാണ് ആ ഒരു വെൻറ്ററിനെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റെറൈലായിട്ടുള്ള ലെയർ ഓഫ് സെൽസിനെ പറയുന്നത് ആർക്കിഗോണിയൽ ജാക്കറ്റ് എന്നാണ്. ഇനി സൈക്കസിൽ ഓരോ സ്പീഷീസിലും എന്താണ്? ആർക്കിഗോണിയൻ്റെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ചിലതിൽ 2 ആയിരിക്കും, ചിലതിൽ 3 ആയിരിക്കും. 2 to 8 അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. 2 മുതൽ 8 വരെ ആർക്കിഗോണിയാസ് ഉണ്ടാവാം. സൈക്കസിൻ്റെ ഓരോ സ്പീഷീസിന് എന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ഓഫ് ആർക്കിഗോണിയാസ് ആയിരിക്കും പ്രസൻ്റ് ആവുന്നത്. ഇതാണ് ആ സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൈക്കസിൻ്റെ ആർക്കിഗോണിയം. നമ്മൾ പറഞ്ഞു എംബ്രയോ എന്താണ്? ഡെവലപ്പിംഗ് ആയിട്ടുള്ള എംബ്രയോയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്? ഹോസ്റ്റോറിയൽ റീജിയൻ ഉണ്ട്, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സസ്പെൻസർ റീജിയൻ ഉണ്ട്, അത് ലോങ്ങേറ്റഡും കോയിൽഡും ആണ്. ഇത് എംബ്രയോനെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. എംബ്രയോണൽ റീജിയനാണ് ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. എംബ്രയോ ഡെവലപ്മെൻറ്റിന് ഏകദേശം ഒരു കൊല്ലമൊക്കെ എടുക്കും. എംബ്രയോ എന്ന് പറയുന്നത് 2 കോട്ടിലിഡർ ഉണ്ടാവും. പിന്നെ സസിനേഴ്സിന് 3 കോട്ടിലിഡർ ഉണ്ട്. ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞതാണ്. പിന്നെ മൈക്രോ പൈലാർ എൻഡ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ മൈക്രോ പൈലാർ എൻഡിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആർക്കിഗോണിയൽ ഇനീഷ്യലായിട്ട് എൻലാർജ് ചെയ്യുന്നുണ്ട്. ആ ന്യൂസെല്ലാർ ടിഷ്യൂസ്, അവിടെയുള്ള ന്യൂസെല്ലാർ ടിഷ്യൂസ് ഡിസോർഗനൈസ് ചെയ്തിട്ട് ആർക്കിഗോണിയൽ ചേംബർ ഫോം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ്? ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി നെക്ക് സെല്ലും സെൻട്രൽ സെല്ലും ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രൈമറി നെക്ക് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലിൻ്റെ നെക്ക് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സെൻട്രൽ സെല്ലെന്ന് പറയുന്നത് വെൻറ്റർ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് വെൻട്രൽ കനാൽ സെല്ലും എഗ് ന്യൂക്ലിയസും ഫോം ചെയ്യുന്നുണ്ട്. നെക്ക് കനാൽ സെൽസ് ഫോം ചെയ്യുന്നില്ല. പിന്നെ സൈക്കസിൻ്റെ എഗ്ഗാണ് ലാർജസ്റ്റ് എഗ്ഗ്, അതായത് സൈക്കസിൻ്റെ ഓവ്യൂളാണ് ലാർജസ്റ്റ് ഓവ്യൂള്, അങ്ങനെയും പറയാം. പിന്നെ വെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറൈലായിട്ടുള്ള ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെൻറ്ററിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സ്റ്റെറൈലായിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ആർക്കിഗോണിയൽ ജാക്കറ്റ് എന്നാണ് പറയുക. പിന്നെ ഓരോ സ്പീഷീസിനും അനുസരിച്ച് ആർക്കിഗോണിയൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 2 to 8. ചിലതിൽ 2 ആയിരിക്കും, ചിലതിൽ 3 ആയിരിക്കും, ചിലതിൽ 4 ആയിരിക്കും. അങ്ങനെ 2 മുതൽ 8 വരെയാണ് ഓരോ സ്പീഷീസിൽ കാണുന്ന സൈക്കസിൻ്റെ ആർക്കിഗോണിയൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.